ആലപ്പുഴയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. അവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെയാണ് വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. 5 വർഷത്തോളം വീട്ടമ്മയ്ക്ക് വയറ്റിൽ ആ കത്രികയുമായി കഴിയേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോഴും ആ കത്രിക വീട്ടമ്മയുടെ വയറ്റിലുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെയാണ് ഈ ഗുരുതര പിഴവ് സംഭവിച്ചത്. അശ്വിൻ പാലാഴി വീണ്ടും ചേരുന്നുണ്ട്. അശ്വിൻ, ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ അവസ്ഥ കൂടി ഇപ്പോൾ ആ കുടുംബം പറയുന്നുണ്ടല്ലോ. ഈ വിവരം പുറത്തു പറയരുത് എന്ന് പറയുന്നു. കാര്യത്തിലൊക്കെ പരിഹാരം ഉണ്ടാക്കാമെന്ന് 2 ഡോക്ടേഴ്സ് പറഞ്ഞുവെന്നല്ലേ ഇപ്പോൾ കുടുംബം പറയുന്നത് അശ്വിൻ? തീർച്ചയായും ഉഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധു തന്നെയാണ് ആ കാര്യം വ്യക്തമാക്കുന്നത്. അപ്പം ഉഷയും അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. എത്രത്തോളം വീഴ്ചയാണ്, എത്രത്തോളം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും അത് മറച്ചു വെക്കാൻ എത്രത്തോളം വ്യഗ്രത ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അറിയുന്നത്. എന്തായാലും ഇത് പുറത്ത് അറിഞ്ഞതിന് ശേഷം, അത് ഡോക്ടർമാരാണെങ്കിൽ പോലും ആശുപത്രി അധികൃതരാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു സംഭവം അറിഞ്ഞതിനു ശേഷം ഒരു ദിവസം ഇത് മറച്ചു വെക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകുന്നേരം ഈ കാര്യങ്ങൾ ഉഷ ബന്ധുവിനോട് പറഞ്ഞപ്പോൾ മാത്രമാണ് ഇത് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ദിവസം അത് മറച്ചുവെക്കാൻ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അധികൃതരുടെ വാക്കുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. ഒപ്പം ചില പരിശോധനകൾ കൂടി ഉഷയോട് നടത്താൻ അറിയിച്ചിട്ടുണ്ട്. അതായത് തിങ്കളാഴ്ച വീണ്ടും ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് എത്താൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വൃക്കയുടെ പ്രവർത്തനം അറിയാൻ RFT പരിശോധന നടത്താൻ അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കരളിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാൻ LFT പരിശോധന നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പ്രമേഹം പരിശോധിക്കാൻ അറിയിച്ചിട്ടുണ്ട്. രക്തം കട്ട പിടിക്കുന്നതിന്റെ വേഗത അറിയാനുള്ള പരിശോധന നടത്താൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ചില പരിശോധനകൾ കൂടി ഈ ശസ്ത്രക്രിയ തിങ്കളാഴ്ച നടത്തുന്ന ശസ്ത്രക്രിയയുടെ ഭാഗമായി നടത്താൻ ഉഷയോട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ ഉള്ളിലുള്ള കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയയിലേക്ക് ഉഷയെ കടത്തുക. എന്തായാലും ഇനിയിപ്പോൾ വണ്ടാനത്തേക്ക് ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പോവില്ല എന്ന് ഉഷ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഭയമുണ്ട്, ആശുപത്രിയിലേക്ക് ഇനി പോകാൻ ഭയമുണ്ട്. മറ്റേതെങ്കിലും ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയോ മറ്റോ ആശ്രയിച്ച് ഈ കത്രിക പുറത്തെടുത്ത് മുന്നോട്ട് പോകാനാണ് ഉഷ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെയാണ് മറ്റ് ഇടപെടൽ കൂടി, പുറത്തുനിന്നുള്ള രാഷ്ട്രീയ ഇടപെടൽ കൂടി സംഭവത്തിലേക്ക് വരുന്നത്. എന്തായാലും ആശുപത്രിയുടെ വിശദീകരണം എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നമ്മളിനി ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിളിക്കാൻ ആരുമില്ല. പക്ഷേ ആരും ഫോൺ എടുക്കാനോ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു മറുപടി, ഒരു വാക്കിലെങ്കിലും മറുപടി പറയാനോ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ്. കാരണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അത് എന്താണ് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് സ്വാഭാവികമായും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. അവരുടെ ആശുപത്രിയിലാണ് അവസാനമായി ഉഷ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. 5 വർഷം മുമ്പാണ്. ആ 5 വർഷം മുമ്പ് മറന്നുവെച്ച കത്രികയുമായി ഇത്രയും നാൾ വേദന തിന്ന് ജീവിക്കേണ്ട ഒരു ദുരവസ്ഥ ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചത് പുതുമയുള്ള വാർത്തയുമല്ല. നമ്മുടെ മുന്നിൽ ഹർഷിയുടെ ഉപമയൊക്കെ ഉണ്ട്. അതിന് ഇടയിലേക്കാണ്, അതിനൊപ്പമാണ് ഇപ്പോൾ ഈ ഉഷയുടെ വേദന ഉള്ള ജീവിതം കൂടി നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പറയാനുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഒരുപക്ഷെ ആശുപത്രിയുടെ ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ വിശദീകരണം ഉണ്ടായേക്കാം. ഇനി ഏതായാലും വണ്ടാനത്തേക്ക് ഇല്ല എന്നാണല്ലോ വീട്ടമ്മ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തി ഈ കത്രിക പുറത്തെടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നാണ് കുടുംബം ഇപ്പോൾ വിശദീകരിക്കുന്നത് അശ്വിൻ? നിലവിൽ ഇപ്പോൾ 3, അതായത് തിങ്കളാഴ്ചത്തേക്കാണ്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. 4 ദിവസം ഇനിയുമുണ്ട്. അത്രയും നീണ്ട ഒരു ദിവസം എന്തിനാണ്? അതിനെന്തെങ്കിലും മറ്റെന്തെങ്കിലും മെഡിക്കൽ പരമായ എന്തെങ്കിലും കാലതാമസം അതിന് ആവശ്യമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും തിങ്കളാഴ്ച ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ നടത്തി ഈ ഉള്ളിലുള്ള കത്രിക പുറത്തെടുക്കാം എന്നുള്ളതാണ് വണ്ടാനത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എത്രയും കാലതാമസം ഇല്ലാതെ എത്രയും വേഗം ഇത് പുറത്തെടുത്ത് ഈ വേദനയിൽ നിന്ന് ഉഷയെ മുക്തമാക്കാനുള്ള നടപടികളിലേക്കാണ് ബന്ധുക്കൾ കടക്കുന്നത്. അതായത് സ്വകാര്യ ആശുപത്രിയെങ്കിൽ സ്വകാര്യ ആശുപത്രി എന്നുള്ളതിനാണ് അവിടെ നിലപാട്. നാളെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും ഒരു ആശുപത്രിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുമെന്നുള്ള കാര്യത്തിൽ ബന്ധുക്കൾ ആലോചന നടത്തുന്നതേ ഉള്ളൂ. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനാവും സാധ്യത. കാരണം ഇപ്പോഴും ഉഷയുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ രക്തം ഇപ്പോഴും അതിനൊപ്പം വരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വേദന ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് പോലും സംസാരിക്കുമ്പോൾ ഉഷ പറയുന്നത്. അത്തരത്തിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ വേദനയുമായി മുന്നോട്ട് പോകാൻ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുമുണ്ട്. എന്തായാലും മറ്റൊരു ആശുപത്രിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തതയുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.